വയനാട് പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ മന്ത്രിമാരായ KN ബാലഗോപാലും അതുപോലെ OR കേളും സന്ദർശനം നടത്തുകയാണ്. നമുക്ക് അവരോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. ഒരു വലിയ ദുരന്തത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഈ പ്രദേശമാണ് ഇതിൻ്റെ തുടക്കം. ഈ തൊട്ടുമേളില വലിയ മലയിടിഞ്ഞ് തുടങ്ങേണ്ട സ്ഥലം നമ്മൾ കാണാം. ഇവിടെ വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു, ഏറ്റവും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം വീടുകളായിരുന്നു. ഈ സ്ഥലത്തെല്ലാം വീടുകളായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു 10, 50, 40 ടണ്ണൊക്കെയുള്ള വലിയ വലിയ പാറ എല്ലാം കൂടി ഉരുണ്ടാണ് പോയേക്കുന്നത്. ആ പാറയെല്ലാം ഉരുണ്ടുപോയി താഴെ വരെ പോയി. ഇവിടുന്നുള്ള അങ്ങോട്ടുള്ള നിരവധി കെട്ടിടങ്ങളെ തകർത്ത് താഴോട്ട് പോയത്, വൃക്ഷങ്ങൾ പോയതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. നമുക്കൊരിക്കലും ആലോചിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ വല്ലാത്തൊരു ദുരന്തമാണ് അത്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ദുരന്തം. ഇനിയും അവിടുന്ന് മുകളിലേക്ക് നിൽക്കുന്ന ആ വലിയ പാറക്കെട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ കുന്നിൽ നിന്നാണ് വരുന്നത്. ഇത് വല്ലാത്തൊരു ദുരന്തമാണ്, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണഗതി പരമാവധി ശ്രമിക്കാം. പക്ഷേ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ പെട്ടതാണ്. ജനങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുക. ഇവിടെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്, വിധേയരായിട്ടുണ്ട് ഉള്ള ആളുകളുണ്ട്. അവർക്ക് എങ്ങനെ മുന്നോട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പറ്റുന്ന കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കേണ്ടതാണ്. അതിനുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. മനസ്സിലാക്കുന്ന ഗവൺമെൻറ് ഈ ദുരിതത്തിൽപ്പെട്ട അവരുടെ അഭിപ്രായത്തോടെ കണക്കെടുത്ത് അവരുടെ നിർദ്ദേശങ്ങളോടെ പരിഗണിച്ചായിരിക്കുമല്ലോ പുനരധിവാസ പ്രവർത്തനങ്ങൾ. അങ്ങനെ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മുടെ കേരള മിനിസ്റ്ററും എല്ലാം രാവിലെ മുഖ്യമന്ത്രിയുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിനകത്തും ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പുനരധിവാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ താമസിച്ചിരുന്ന അവർക്ക് മനസ്സിന് പറ്റുന്ന തരത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ നാടും സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധം വേണം, എന്നാൽ സുരക്ഷിതമായിരിക്കണം. അവർക്ക് വരുമാനവും തൊഴിലും ഉണ്ടാവുന്ന തരത്തിലേക്ക്, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ വേണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ വിഷയം ഉണ്ടായപ്പോൾ അങ്ങ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നേരിട്ട് ഇടപെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ശരിക്കും ഇത്രയും വലിയൊരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കേണ്ടത് തന്നെയല്ലേ ശരിക്കും? അതിപ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ്. രാജ്യം മുഴുവൻ ഈ കാര്യത്തിനകത്ത് അവരുടെ എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്രയും സ്ഥലത്ത് ഇത്രയേറെ ആളുകൾ മരണപ്പെടുന്ന, ഇപ്പോഴും കാണാതെ പോയ നിരവധി ആളുകൾ വേറെയുണ്ട്. ഇപ്പോഴും ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതൊരു വലിയ ദുരന്തമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. കേന്ദ്ര സർക്കാർ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ചില രാഷ്ട്രീയ പരാമർശങ്ങൾ അതിന് പരമായി വരുന്നു. അതൊരു ദുർഭാഗ്യവശ കാര്യങ്ങളല്ലേ? ഈ സാധാരണ മനുഷ്യൻ്റെ കണ്ണുനീര് കാണുന്ന സമയത്തും രാഷ്ട്രീയം പറഞ്ഞ് ആളുകളെ വിഘടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി ശരിയല്ല. ആളുകളുടെ കണ്ണീരൊപ്പേണ്ട ഒരു ഘട്ടമാണിത്. അവരുടെ വിഷമവും അവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമവും ഒക്കെയാണ്. ആ വിഷമം മാറ്റാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്.